പ്രോത്സാഹനമായ തേജസ്സുമായിരുന്ന പരിശുദ്ധ മൗലാന ബസേലിയോസ് മാർത്തോമാ ദിദിമോസ് വലിയ പാപത്തിന് വേണ്ടി കാലയവധിക്കുള്ളിൽ പറയുന്ന പുണ്യകരമായ നിമിഷമാണിത്. മലങ്കര സഭയെ സംബന്ധിച്ച് അത്ഭുതകരമായ മാർത്തോമാ പൈതൃകത്തിന്റെ പിൻഗാമി മലങ്കരയിലെ പൗരസ്ത്യ സഭയുടെ ശ്രേഷ്ഠമായ സിംഹാസനത്തിന്റെ പരമാധ്യക്ഷമായി മഹാപ്രഭുവിന്റെ ശുശ്രൂഷയുടെ ദീർഘകാല കാലഘട്ടവും അതേസമയം മലങ്കരമായി താമസികയുമായി വളരെ ചുരുങ്ങിയ കാലഘട്ടം സേവനമനുഷ്ഠിക്കുകയും ആ ശുശ്രൂഷയിലൂടെ മലങ്കര സഭയുടെ യശസ് വാനോട് ഉയർത്തുകയും ചെയ്ത പുണ്യപുരുഷനാണ് എന്ന് കാലയവധിക്കുള്ളിൽ പറയുന്നത്. മുനി മൗനം പാലിക്കുന്നവരും മനനം ചെയ്യുന്നവരുമാണ്. മലങ്കര സഭയുടെ മുടി ശ്രേഷ്ഠനാണ് പരിശുദ്ധ വലിയ പാപത്തിനേരി. പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കാലഘട്ടങ്ങളിൽ കേരള സമൂഹത്തോടും വ്യത്യസ്തമാനങ്ങളോടുമൊക്കെ വാചാലമായി സംസാരിക്കുവാൻ തിരികെ ശ്രമിച്ചു. പക്ഷെ പരിശുദ്ധ പിതാവിന്റെ ആഗ്രഹം ശക്തമായ മൗനമായിരുന്നു. മലങ്കര സഭ ശക്തമായ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച ഒരു കാലഘട്ടം. വേദനകളും പ്രയാസങ്ങളും പരിശുദ്ധ നാമത്തിലൂടെ കണ്ണുനീരുകളായി ഉയർന്നു വന്നു. എന്നാൽ ഒരു നിമിഷം പോലും ആദരവാരങ്ങളിൽ ലംഘിക്കാതെ ശ്രേഷ്ഠമായ മലങ്കര പ്രഭുവിക്കാരുടെയും പൗരസ്ത്യകാരുടെയും സ്ഥാനത്തിന് ഏറ്റവും ബഹുമാനവും ആദരവും കൽപ്പിച്ചുകൊണ്ട് കേരള സമൂഹത്തിലും ഭാരതത്തിലെ ക്രൈസ്തവ മതനിരപേക്ഷതകളുടെ മുമ്പാകെ സൗമ്യമായ ശ്രേഷ്ഠമായ തപസ്സിന്റെ മാതൃക കാണിച്ചു കൊടുക്കുവാൻ പരിശുദ്ധ പിതാവിനെ സാധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദാവീദ് മധുരഗായകനായിരുന്നെങ്കിൽ മലങ്കര സഭയുടെ ചരിത്രത്തിലെ മധുരഗായകനായിരുന്നു പരിശുദ്ധ വലിയ പാപത്തിനേരി. സുറിയാനി സംഗീതത്തിന്റെയും ആരാധനാ പാരമ്പര്യത്തിന്റെയും മാധുര്യം അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു. അത് കേവലം സുദീപകരമായ ശബ്ദത്തെക്കാളുപരി ഹൃദയത്തിന്റെ താളങ്ങളെ തൊട്ടുണർത്തുന്ന അതിശുദ്ധവും പരിശുദ്ധവുമായ ആത്മീയതയിലൂടെ ഒരു നിരന്തരം മുകളിൽ പ്രോത്സാഹിപ്പിക്കുവാനും ദൈവവുമായി സംസർഗം നിരന്തരം നിർവഹിക്കുവാനും പരിശുദ്ധ പിതാവിനെ സാധിച്ചു.